ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നോളജ് ഹബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് സിലബസിലെ വിക്ടോറിയൻ ഡ്രാമയെക്കുറിച്ചാണ്. വിക്ടോറിയൻ തിയേറ്റേഴ്സിൻ്റെ ഇറയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് മെലോ ഡ്രാമ, ആർട്ടിഫിഷ്യൽ പ്ലോട്ട്സ്, സൂപ്പർഫിഷ്യൽ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് എല്ലാമായിരുന്നു. നമുക്കതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട റൈറ്റർ എന്ന് പറയുന്നത് ഓസ്കാർ വൈൽഡാണ്. ഓസ്കാർ വൈൽഡിൻ്റെ ലൈഫ് സ്പാൻ 1854 to 1900 ആണ്. അപ്പം അദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഓസ്കാർ വൈൽഡിനെ കുറിച്ച് പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു 4-5 വർക്കിനെ പറ്റിയാണെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ടതാണ്. സോ ഓസ്കാർ വൈൽഡ് വാസ് ആൻ ഐറിഷ് പ്ലേ റൈറ്റ്, നോവലിസ്റ്റ്, എസ്സയിസ്റ്റ് ആൻഡ് എ പോയറ്റ്. അപ്പം അദ്ദേഹം ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്നത് ഐറിഷ് പ്ലേ റൈറ്റാണ്, നോവലിസ്റ്റാണ്, എസ്സയിസ്റ്റാണ്, പോയറ്റാണ്. അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എപ്പിഗ്രാഫിക്കൽ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനാണ്. എപ്പിഗ്രാംസ് എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ടുള്ള, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള, സർപ്രൈസിങ് ആയിട്ടുള്ള സറ്ററിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് എപ്പിഗ്രാംസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വർക്കിലും എപ്പിഗ്രാം സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും റിമാർക്കബിൾ സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിഗ്രാംസ് യൂസ് ചെയ്യുന്നതാണ്. അതൊരു സറ്റൈറിക്കൽ മാനറിലൊക്കെ ആയിരിക്കും അദ്ദേഹം കൂടുതലും യൂസ് ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് എസ്തറ്റിസിസമാണ്. ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫി അദ്ദേഹത്തിലേക്ക് എത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ മെയിൻ 2 ട്യൂട്ടേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വാൾട്ടർ പേറ്റ്, ജോൺ റസ്കിൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പോയട്രി കളക്ഷൻ്റെ പേരാണ് ഇംഗ്ലീഷ് റിനൈസൻസ് ഇൻ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ വൈൽഡിൻ്റെ ഹോമോസെക്ഷുവാലിറ്റി റിവീൽ ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം 2 വർഷത്തോളം ഇംപ്രിസൺമെൻറ്റ് അനുഭവിക്കേണ്ടത് വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ഹാർഡായിട്ടുള്ള ലേബറൊക്കെ ചെയ്യേണ്ടതായിട്ടാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പം ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്നത് 1854 to 1900 ലൈഫ് സ്പാൻ വരുന്നു. ഹി വാസ് എൻ ഐറിഷ് പ്ലേ റൈറ്റ്, നോവലിസ്റ്റ്, എസ്സയിസ്റ്റ് ആൻഡ് എ പോയറ്റ്, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് എപ്പിഗ്രാംസ്. പിന്നെ ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്യൂട്ടേഴ്സ് വാൾട്ടർ പേറ്റർ ആൻഡ് ജോൺ റസ്കിൻ. പിന്നെ ഇംഗ്ലീഷ് റിനൈസൻസ് ഇൻ ആർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, എ വിമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ്, ലേഡി വിൻഡർമേഴ്സ് ഫാൻ, പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ ആൻഡ് സലോമി. ഇത്ര മെയിൻ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നത് 1895 എഴുതിയ ഒരു വർക്കാണ്, ഒരു പ്ലേ ആണ്. ഈ പ്ലേയുടെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. So the full title of the play is Importance of Being Earnest, a Trivial Comedy for Serious People. ഇതൊരു ഫാർസിക്കൽ കോമഡി കാറ്റഗറി വരുന്നതാണ്. ഫാർസിക്കൽ കോമഡി എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റ് ചെയ്ത് ഒരു റിഡിക്കുലസ് അല്ലെങ്കിൽ അബ്സേർഡ് ആയിട്ടുള്ള കാര്യത്തെ വളരെ എക്സാജറേറ്റ് ചെയ്ത് പോർട്രേ ചെയ്ത് കാണിക്കുന്നതിനാണ് പറയുന്നത് ഫാർസിക്കൽ കോമഡി എന്ന് പറയുന്നത്. ഈ എൻറ്റയർ പ്ലേയുടെ അകത്ത് ഒരുപാട് എപ്പിഗ്രാംസും പാരഡോക്സസ് ഒക്കെ ആണെങ്കിലും കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജായ്ക്കും ആൽഗർണോൺ എന്ന് പറയുന്ന 2 പേരാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എ വിമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ അകത്ത് മെയിൻ 3 ക്യാരക്ടേഴ്സ് വരുന്നത് മിസ്സിസ് ആർബത്നോട്ട്, ആർബത്നോട്ടിൻ്റെ മകനായിട്ടുള്ള ജെറാൾഡ്, ജെറാൾഡിൻ്റെ ബയോളജിക്കൽ ഫാദറായിട്ടുള്ള ലോർഡ് ഇല്ലിംഗ്വർത്ത്. ഈ 3 പേരാണ് ഏറ്റവും മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ ഹെസ്റ്റർ വോട്ട്സ്ലി എന്ന് പറയുന്ന ജെറാൾഡിൻ്റെ ഫിയാൻസിയും മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സിസ് ആർബത്നോട്ട് എന്ന് പറയുന്നത് ഒരു അൺവെഡഡ് ആയിട്ടുള്ള വുമണാണ്. വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഒരു മകനുണ്ട് പുള്ളിക്കാരത്തിക്ക്. ആ മകൻ്റെ പേരാണ് ജെറാൾഡ്. ജെറാൾഡ് ഒരു ജോലിക്ക് വേണ്ടി ചെന്നെത്തുന്നത് സ്വന്തം ബയോളജിക്കൽ ഫാദറിൻ്റെ അടുത്താണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ടുവേഡ്സ് ദ ക്ലൈമാക്സ് ആണ് അവൻ അറിയുന്നത് അത് അവൻ്റെ ബയോളജിക്കൽ ഫാദറാണെന്ന്. ആ ജോലി ഉപേക്ഷിച്ച്, ആ ബയോളജിക്കൽ ഫാദറിനെ അവിടെ ഉപേക്ഷിച്ച് അവൻ സ്വന്തം അമ്മയുടെ അടുത്തോട്ട് തിരിച്ചു പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. ഇനി സലോമി, നമ്മൾ ബൈബിളിൽ കാണുന്ന ബിബ്ലിക്കൽ ക്യാരക്ടറായിട്ടുള്ള സലോമി തന്നെ ഉദ്ദേശിച്ച് എഴുതിയേക്കുന്ന വർക്കാണിത്. ഇതൊരു 1 act ട്രാജഡിയാണ്. ഇത് സലോമയുടെ ബിബ്ലിക്കൽ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് തന്നെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന വർക്കിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്ന തീംസ് ഡിസയറും വയലൻസുമാണ്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. ഇനി ലേഡി വിൻഡർമീഴ്സ് ഫാൻ എന്ന് പറയുന്നത് ഒരു 4 act പ്ലേ ആണ്. ഇതൊരു വളരെ നല്ല ഒരു ഗുഡായിട്ടുള്ള ഒരു ഗുഡ് വുമണിനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ലേഡി വിൻഡർമീറിനെ പറ്റി തന്നെയാണ് ഈ എൻ്റെ സ്റ്റോറി പോകുന്നത്. പിന്നെ അടുത്തത് പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ വർക്കാണ്. ഇതൊരു ഫിലോസഫിക്കൽ, ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തെല്ലാം എന്താണ്, ബാക്കി ഡിസ്കസ് ചെയ്ത് 4 എണ്ണവും
പ്ലേസ് ആണ്. ഈ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ നോവലാണ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1891. ഈ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ മെയിനായിട്ടും പോർട്രേ ചെയ്യുന്നത് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്. ആ പെയിൻറ്റിങ് വരച്ചിരിക്കുന്നത് ബേസിൽ ഹാൾവാർഡ് എന്ന് പറയുന്ന ആളാണ്. അപ്പം ഈ ബേസിൽ ഹാൾവാർഡ് വരച്ചേക്കുന്ന പടം അതായത് ഫ്രണ്ടായിട്ടുള്ള ഡോറിയൻ ഗ്രേ ആണ്. അപ്പോൾ ഈ ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത് ആൾ അദ്ദേഹം എറ്റേണൽ യൂത്തിന് വേണ്ടി സ്വന്തം സോള് എറ്റേണൽ യൂത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്വന്തം സോളിനെ വിറ്റയാളാണ് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത്. അപ്പം ആ വിഷ് ഗ്രാൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എറ്റേണൽ യൂത്തിന് ആ ആളുടെ ബ്യൂട്ടി ഒരിക്കലും ഫേഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അതിന് അദ്ദേഹം സ്വന്തം ആത്മാവിനെ സോളിനെ വിറ്റ വ്യക്തിയാണ് പുള്ളി. അപ്പോൾ ഡോറിയൻ ഗ്രേ എന്ന് പറയുന്നത് ഹാൻസം വെൽത്തി യങ് മാനാണ്. അപ്പം ഈ നോവൽ മെയിനായിട്ട് സ്കെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എ പ്രിലിമിനറി സ്കെച്ച് ഓഫ് സം ഓഫ് ഇറ്റ്സ് മേജർ തീംസ് ഇൻക്ലൂഡിങ് ഹോമോസെക്ഷുവാലിറ്റി. അത് ഈ നോവലിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടേക്കുന്നതാണ്, മറ്റുള്ളവർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതാണ്. എ പ്രിലിമിനറി സ്കെച്ച് ഓഫ് സം ഓഫ് ഇറ്റ്സ് മേജർ തീംസ് ഇൻക്ലൂഡിങ് ഹോമോസെക്ഷുവാലിറ്റി. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വിക്ടോറിയൻ ഡ്രാമയ്ക്ക് കീഴിൽ വരുന്ന ഓസ്കാർ വൈൽഡിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറിഷ് പ്ലേ റൈറ്റ്, നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻ ഇംഗ്ലീഷ് റിനൈസൻസ് ഇൻ ആർട്ട്. നമ്മൾ കണ്ട നോവൽ എന്ന് പറയുന്നത് പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ, അതൊരു ഫിലോസഫിക്കൽ നോവലാണ്. പിന്നെ നമ്മൾ കണ്ട വർക്ക്സിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ എപ്പിഗ്രാംസും പാരഡോക്സസും വന്ന ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ 1 ആക്ട് ട്രാജഡി ആയിട്ടുള്ള സലോമി കണ്ടു. 4 ആക്ട് പ്ലേ ആയിട്ടുള്ള ലേഡി വിൻ്റർ മീൻസ് വാൻ കണ്ടു. പിന്നെ എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് കണ്ടു. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഓസ്കാർ വൈൽഡിനെ പറ്റി പഠിക്കാനുള്ളത്.